അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ദേശനിവാസികള് അനേക പ്രാവശ്യം സുവിശേഷം കേട്ടിട്ടുള്ളതാണ്. വീണ്ടും ഈ സുവിശേഷ ദൗത്യവുമായിട്ട് ഈ ദേശത്തെ കടന്നു വരുവാൻ ദൈവർക്ക് എല്ലാ മുഖാന്തരത്തിനുമായി നന്ദി പറയുന്നു. സുവിശേഷമാണ് ഞങ്ങളെ രക്ഷിച്ചത്, സുവിശേഷമാണ് ഇന്ന് ഞങ്ങളാക്കിയത്. വിശുദ്ധ ബൈബിളിൽ പ്രകാരം പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാവുന്ന സുവിശേഷം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമ്മൾക്കോ ദൈവശക്തിയുമാവുന്നു. ഈ ദൈവശക്തി ഞങ്ങൾ പ്രാപിച്ചിട്ട് നിങ്ങളെയും ഈ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, ഈ ദൈവസ്നേഹം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇന്നിവിടെ ആയിരിക്കുകയാണ്. അടുത്ത മകനെയുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദത്തം പറഞ്ഞ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. യേശുക്രിസ്തു സത്യവചനമാണ്, നിത്യജീവനാണ്. ആ സത്യവചനം കേട്ടാൽ നിത്യജീവനെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ ഇടയാകും. 2005 ഈ നല്ലവനായ ജീവിതത്തിൽ യഥാർത്ഥമായ സ്നേഹം മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. സെപ്റ്റംബർ 23 2005 കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ, ദൈവത്തിന്റെ യഥാർത്ഥമായ സ്നേഹം മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് ഒരു സെപ്റ്റംബർ 23 സൗദി അറേബ്യയിൽ വെച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ ദൈവം ഇടയാക്കി. നമ്മളെ ഇവിടെ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞതിനോട്ട് സൗദി അറേബ്യയിൽ സെപ്റ്റംബർ 23 അവിടുത്തെ നാഷണൽ ഡേ ആണ്. അന്നേ ദിവസം അനേക ദൈവമക്കളുടെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശുവിനെ ജനത്തിൽ സാക്ഷീകരിക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകി. കഴിഞ്ഞ 19 വർഷക്കാലമായിട്ട് ഈ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് ശേഷം ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടെന്നാൽ ഒന്നുമില്ലായിരുന്ന സ്ഥാനത്ത്, ഈ ലോകം അപമാനം പറഞ്ഞ സ്ഥാനത്ത് ഈ ദൈവസ്നേഹമാണ് എന്നെ മാടി വിളിച്ചത്. ദൈവത്തിന്റെ പ്രകാരം പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞെഴുന്നവനെ കരകയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ കവനത്തെ സ്ഥിരമാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ഇത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവിന്റെ പ്രത്യേകത, നീ ഏത് അവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ നിലവിളിക്കുമ്പോൾ ആ അവസ്ഥയിൽ ഇറങ്ങി വന്ന് മാറോടണച്ച് നമ്മുടെ കണ്ണുനീരിനെ ഒപ്പി നമ്മളെ ആലിംഗനം ചെയ്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവ്. മറ്റുള്ള ദൈവത്തെ പറ്റി പറയുകയാണെങ്കിൽ എവിടെയാ ദൈവം ഇരിക്കുന്നത് അവിടെ നമ്മൾ പോകേണ്ടി വരും. എന്നാൽ നമ്മൾ ഏത് മുറിയിലാണോ, ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് മോനെ മോളെ എന്ന് വിളിച്ച് നമ്മളെ ആശ്ലേഷിപ്പിക്കുന്ന ഒരു യേശു കർത്താവ്. ആ യേശു കർത്താവിനെ പറ്റി പറയുവാനാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ പാടുന്ന പാട്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം എല്ലാം നിങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ ഒരുപക്ഷെ മുറിക്കുള്ളിലായിരിക്കും കേൾക്കുന്നത്, ഒരുപക്ഷെ വാഹനത്തിൽ യാത്ര ചെയ്തായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. എങ്ങനെയായിരുന്നാലും അല്പസമയം നിങ്ങൾ ശ്രമിച്ചാല് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം ലഭിക്കുവാൻ ഇടയാവും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് ഞങ്ങൾ പറയുന്ന ഈ സത്യവചനം കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ മീറ്റിംഗിൽ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നല്ലവനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ ചെന്നിത്തല ഒരുപ്പുറം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനേക പ്രാവശ്യം സുവിശേഷം കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. വീണ്ടും സുവിശേഷ ദൗത്യമായിട്ട് ഞങ്ങളുടെ കടന്നു വന്നിരിക്കുന്നത്. അല്ലെ ചില പാപികൾ മാനസാന്തരപ്പെടുവാൻ, അല്ലെ ചില രോഗികൾ സൗഖ്യമാകുവാൻ, ശാപത്തിന് കെട്ടിക്കിടക്കുന്നവരുടെ ശാപങ്ങൾ മാറുവാൻ ഇടിയാകണമേ പാർട്ടി കർത്താവേ. അല്ലെ യേശു കർത്താവ് സത്യവചനമാണ്, നിത്യജീവനാണ്. ആ സത്യവചനം കേൾക്കുമ്പോൾ ചില ജീവിതങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് രൂപാന്തരപ്പെടുത്തിയെത്തുവാൻ, ചില കർത്താവെ മാനസാന്തരത്തിൽ അവരുടെ അനുഭവത്തിലെത്തുവാൻ, ചില കർത്താവെ പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടിയാകണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ് എന്ന് പറയുന്ന ഒരു ദിവസം പ്രാർത്ഥിക്കുന്നു. ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദം വയ്ക്കുവാൻ യേശു കർത്താവിന് വരവ് ഏറ്റവും ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ കൃപയുടെ വാതിലടയുവാൻ സമയമായി. അല്ലിയ സ്വന്തം ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്, ഞങ്ങളെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റിയാണ്.
ജാതികളെ സുവിശേഷം കേൾപ്പിക്കുക. പ്രിയമുള്ള ദൈവമക്കളെല്ലാവരും, ഈ കേൾക്കുന്നവരെല്ലാം അനുഗ്രഹം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്വന്തം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു അപേക്ഷിക്കുന്നു. പിതാവേ കേൾക്കുമാറാണമേ. ആമേൻ. ഇപ്പോൾ ഞങ്ങളുടെ ഗായക സംഘം ഒരു പാട്ട് പാടി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം.